ഹായ് ഫ്രണ്ട്സ്, ഗോതമ്പ് പൊടി വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ചപ്പാത്തിയൊക്കെ ഡെയിലി കഴിച്ച് മടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് മണിക്കൂറൊന്നും വെച്ചിരിക്കേണ്ട. വെറും 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ബാറ്ററും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ 3/4 മുതൽ 1 കപ്പ് വരെ തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തൊന്നും ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഇതിലെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഒട്ടും തണുപ്പൊന്നും ഇല്ലാത്തത് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പോട് ചെയ്യുന്ന സമയത്ത് ബാറ്റർ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ 1/2 കപ്പ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ എടുക്കുമ്പോൾ പുതിയത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കാലം വെച്ചതൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ചോറും തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ജാറിലേക്ക് വീണ്ടും 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. കാരണം ഒരല്പം ബാറ്ററിന് ചൂടുണ്ടാകുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഇത് ബാറ്റർ പൊങ്ങി വരുന്നത്. ഇനി ഈ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. മൊത്തം നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1.5 കപ്പ് ചൂടുവെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മതിയാവും. ബാറ്റർ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. പൊതുവേ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാവുന്ന സമയത്ത് നമ്മൾ ചൂടുള്ള ഭാഗത്ത്, അതായത് അടുപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇത് വെച്ചാൽ പെട്ടെന്ന് ഇതുപോലെ പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് നല്ലതായിരിക്കണം. അതായത് ഡേറ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നോക്കിയ 1 മണിക്കൂറിന് ശേഷം ബാറ്റർ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതുപോലെ വേണം ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബാറ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ല ബബിൾസൊക്കെ വന്നിട്ട് സോപ്പ് പത പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ നമ്മൾ വെള്ളപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി വെള്ളപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെള്ളപ്പച്ചട്ടി ഒരുപാട് ഹീറ്റ് ആവാൻ പാടില്ല എന്ന് കരുതി ഒട്ടും ചൂടില്ലാതിരിക്കരുത്. അപ്പോൾ നമ്മളിത് ഒഴിക്കുന്നതിന് മുമ്പേ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ 1.5 തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ആദ്യത്തെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ഒഴിച്ച് വെള്ളയപ്പമായിട്ട് ചുട്ടെടുക്കുകയാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കുക. നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.